ഹേ ഗൈസ്, ഇന്നെൻ്റെ ഹിമാചലിലെ രണ്ടാമത്തെ ഡിഫ് എക്സ്പീരിയൻസ് ആണ്. അതായത് ധർമ്മശാല ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. നാട്ടിൽ നിന്ന് IFFKക്ക് പോയതുകൊണ്ട് തന്നെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്ക് വലുതല്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഡിഫാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയ്ക്ക് ക്രൗഡഡ് അല്ല. പിന്നെ പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള ടൈമാണ്. നവംബർ 1 ഡിഫ് നടന്നിരുന്നത്. പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണെന്നുള്ളൂ. അപ്പോൾ കുറേ നല്ല മഞ്ഞുമലകൾക്കിടയിലും പൈൻ ട്രീസിൻ്റെ ഇടയിലൊക്കെ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ അത് വേറെ തന്നെ വൈബാണ്. പിള്ളേരൊക്കെ ഈസി ആയിട്ട് ചാടിപ്പോണ്ട്. തിരിക്കീനി ഓ സ്റ്റിക്കർ കൊടുക്കൂ. സമ്മാനോടെ ഈ പെണ്ണ് ഒരു വട്ട സ്റ്റിക്കർ കിട്ടു. ചാടി സ്റ്റിക്കർ ഇട്ടതിന് സന്തോഷം. വെറുതെ ഇട്ടല്ല, ചാടി കിട്ടിയതാ. പിന്നെ എൻ്റെ മെയിൻ ഫേവറേറ്റ് എന്താ വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. നഡ്ഡി എന്ന് പറഞ്ഞിട്ട് ധർമ്മശാലയിലെ ഒരു പ്ലേസാണ്. ടിബറ്റൻസ് ഒക്കെ താമസിക്കുന്ന അവരുടെ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും ടിബറ്റൻസിൻ്റെ കൾച്ചർ വരുന്ന എന്തും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റി അത്രയ്ക്ക് സെറ്റാണ്. ഇവിടുത്തെ സ്റ്റാളിലുള്ള അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഈ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് വാങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കാണുക പോരുക എന്നുള്ളതല്ലാണ്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഫ്രീ ആയിട്ട് എന്തൊക്കെ കിട്ടുന്ന അത് മാക്സിമം വാങ്ങാനും ശ്രമിച്ചിട്ടുണ്ട്. മെയിൻലി ഇവിടുത്തെ സ്റ്റാളിൽ ഫുള്ളും അവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത സാധനങ്ങളാണ് ഫുള്ള് അവർ സെല്ല് ചെയ്യുന്നത്. എനിക്ക് ഇൻട്രസ്റ്റഡ് ആയതും അതുകൊണ്ട് തന്നെയാണ്. ഹാൻഡ് മെയ്ഡായിട്ട് ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരെ കാണുമ്പം ചെറിയൊരു അസൂയൊക്കെ തോന്നും. പക്ഷെ പോട്ടെ, ഈ ഒരു സംഭവം എനിക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. അതായത് മൺപാത്രം ഉണ്ടാക്കുക, നമ്മൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം. 200 റുപ്പീസ് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്താ ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയായിട്ടുള്ള വിക്ടോറിയ എന്നുള്ള സിനിമ ഇവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അത് കാണാനാണ് മെയിനായിട്ട് ഞാൻ ത്രില്ലടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കുസൃതിൻ്റെ സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്തായാലും കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ആയി തിയേറ്ററിൽ പോയിട്ട്. ലാസ്റ്റ് ലോക കണ്ടിട്ടാണ് നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത്. മലയാള ഫിലിം ആയതുകൊണ്ടാണോ ഇനി അറിയില്ല, നല്ല ആൾക്കാരുണ്ടായിരുന്നു. സിനിമ കൊള്ളാം. പിന്നെ ഇവരൊക്കെയാണ് അതിൻ്റെ ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സൊക്കെ. പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പാണ്. ആൾക്കാർ മറ്റേ തീയൊക്കെ കത്തിച്ച് കൈയൊക്കെ വെച്ചാൻ തുടങ്ങിയപ്പോൾ ഞാനും പോയിട്ട് കൈയൊക്കെ ഇതാക്കി ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.